Dozens of children are dying of starvation. The images of mothers embracing their motionless bodies, caressing their hair, talking to them, apologizing to them, is unbearable. How could anyone? മാർച്ചിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഏകദേശം 13,000 കുട്ടികൾ പലസ്തീനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 4,000-ഓളം പേർക്ക് പരിക്കേറ്റു. എല്ലാം കുട്ടികൾ. വിശന്നു മരിച്ച കുട്ടികളുടെ എണ്ണം അതിലുമേറെ. അസഹനീയമാണിത്. എങ്ങനെയാണ് അവരോട് ക്ഷമ ചോദിക്കുക? എനിക്കും കുട്ടികളുണ്ട്. എനിക്കറിയാം ഓരോ കുടുംബത്തിനും കുട്ടികൾ എത്ര വിലപ്പെട്ടതാണെന്ന്. ഒരു ജനതയെ അപ്പാടെ പട്ടിണിക്കിടുന്നതും സഹായങ്ങൾ തടയുന്നതും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണ്. ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിനിടയിൽ വിറങ്ങലിച്ച ശബ്ദത്തോടെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെ അപലപിച്ചുകൊണ്ട് പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ ചോദിച്ച ചോദ്യങ്ങളാണിത്. ഗാസയിൽ അഭയാർത്ഥി കേന്ദ്രമായ സ്കൂളിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് 6 വയസ്സുകാരി രക്ഷപ്പെട്ടതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അതേ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുട്ടിയുടെ അമ്മയും 5 സഹോദരങ്ങളും ഉൾപ്പെടെ 36 പേരായിരുന്നു. ഗാസയിലെ ഡോക്ടറുടെ വീടിന് നേരെയുണ്ടായ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ അവരുടെ 10 കുട്ടികളെ 9 പേരും കൊല്ലപ്പെട്ടതിനെയും റിയാദ് മൻസൂർ അപലപിച്ചു. വിതുമ്പിക്കൊണ്ട് ചേതനയേറ്റ കുഞ്ഞുങ്ങളുടെ ശരീരങ്ങളെ വാരിയെടുക്കുന്ന, അവരുടെ മുടിയിഴകളിൽ തഴുകുന്ന, അവരോട് സംസാരിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്ന അമ്മമാരുടെ ചിത്രങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു. തീജ്വാലകളും വിശപ്പും പലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 14 ദശലക്ഷത്തോളം വരുന്ന ഞങ്ങൾ പലസ്തീനികൾ രോഷാകുലരാകുന്നത് ഇതുകൊണ്ടാണ്. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ ജനതയെ സ്നേഹിക്കുന്നു. ഇത്തരം ദുരന്തത്തിലൂടെ അവർ കടന്നു പോകുന്നത്, ഈ ക്രൂരത അവർക്ക് നേരിടേണ്ടി വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാകില്ല. പലസ്തീനിലെയും ഇസ്രായേലിലെയും സിവിലിയൻസിന് നേരെയുണ്ടായ ആക്രമണങ്ങൾ ന്യായീകരിക്കാനാകുന്നതല്ല. ഇരട്ടത്താപ്പുകൾക്ക് ഇനി സ്ഥാനമില്ല. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങൾ അഭിമാനികളായ പലസ്തീനികളാണ്. മറ്റുള്ള മനുഷ്യരെ പോലെ ഞങ്ങളെയും തുല്യരായി പരിഗണിക്കണം. പലസ്തീനികളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തള്ളിക്കളയാനാകില്ല. മൻസൂറിൻ്റെ വാക്കുകൾ കണ്ണ് നനയിക്കുന്നുണ്ട്, ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ദിവസം കഴിയുമ്പോഴും ഗാസയിലെ മനുഷ്യരുടെ എണ്ണം കുറയുകയാണ്. ഗാസ ശവപ്പറമ്പാകുകയാണ്. മണിക്കൂറുകൾക്കിടയിൽ കൊല്ലപ്പെടുന്നത് ആയിരങ്ങളാണ്. പട്ടിണിക്കിടുക, ഭക്ഷണം എത്തിക്കുന്നവരെ തടയുക, എന്നിട്ടും മതിയാവാതെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ ബോംബ് വെച്ച് തകർക്കുക. ഇസ്രായേലിൻ്റെ ക്രൂരതകൾ അങ്ങനെ തുടരുകയാണ്. ലോകം സുഖമായി ഉറങ്ങുമ്പോൾ.